ജമ്മു കശ്മീരിലെ കത്വയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. മേഖലയിൽ 4 ഭീകരർ ഒളിച്ചിരിക്കുന്നതായാണ് സൂചന. തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് സുരക്ഷാ സേന. വിവരങ്ങളുമായി ബനീഷ ബാബു ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും. ബനീഷ, സുരക്ഷാ ഉദ്യോഗസ്ഥർക്കടക്കം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴാണ് ഈ ആക്രമണം തുടങ്ങിയത്? ഇപ്പോൾ എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ ബനീഷ? ലക്ഷ്മി, ജമ്മുവിലെ കത്വയിൽ വീണ്ടും ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇന്നലെ ഏറ്റുമുട്ടൽ നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ഇത്തരത്തിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശം സുരക്ഷാ സൈന്യം വളഞ്ഞിട്ടുണ്ട്. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതമാക്കിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രദേശത്ത് ഇനിയും തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ സുരക്ഷാ സൈന്യം ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ 3 തീവ്രവാദികളും അതുപോലെ തന്നെ 3 പോലീസ് ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ കൊല്ലപ്പെട്ട 3 പോലീസ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹം വനത്തിൽ നിന്നും പുറത്തെത്തിച്ചുവെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രദേശത്ത് ജമ്മു പോലീസും BSFും CRPFും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം തന്നെയാണ് ഇപ്പോൾ തീവ്രവാദികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി, നാഷണൽ ഡെസ്കിൽ നിന്നും ബനിഷ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.